ലിറ്ററലി പീപ്പിൾ ആർ ഫെഡ് അപ്പ് വിത്ത് വർക്കിംഗ് വിത്ത് ഏജൻസീസ്. ഫ്രാങ്കോ 3 മാസം എനിക്ക് സമയം തന്നത്. ലക്ഷങ്ങൾ ഞാൻ പൊടിച്ചു. ഇനി നീയും കൂടെ കൊണ്ടുപോകും. കുറെ മിസ്കൺസെപ്ഷൻസും എല്ലാം ഉണ്ട്. കുറെ ആൾക്കാർക്ക് പണി കിട്ടിയിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് അല്ലേ ഇത് ഞാനിപ്പം ഈ ഫ്രാങ്കോയുടെ കേസല്ലേ ഞാനത് പറഞ്ഞത്, ലക്ഷങ്ങൾ ഞാൻ പൊടിച്ചു, ഇനി നീയും കൂടെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ് 3 മാസത്തേക്ക് എന്നോടൊന്നും ചോദിക്കാൻ പറ്റരുത്. 3 മാസത്തേക്ക് ഞാൻ ഒന്നും ചോദിക്കരുത്, നീ എന്തെങ്കിലും ചെയ്യും. ഞാൻ ചെയ്ത് മടുത്ത്. ഞാൻ പറഞ്ഞാൽ എനിക്കൊരു 3 മാസം വേണം, കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും, നീ എന്തെങ്കിലും ചെയ്യും. 3 മാസത്തേക്ക് ഇനി ആ മൈൻഡിലോട്ടേ വരത്തില്ല. പുള്ളിക്കാരൻ ഡിഫാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു അറിയാമല്ലോ, ഡിഫാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. പുള്ളിക്കാരൻ അതിനകത്ത് മുടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്, പോസ്റ്റേഴ്സ്, വെബ്സൈറ്റ്, അത് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി പുള്ളിയോട് പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ട സോഷ്യൽ മീഡിയ പ്രസൻസ് ഇതല്ല. നിങ്ങൾ ഇത്രയും സെലിബ്രിറ്റിമാരെ ചെയ്യുന്നു, നിങ്ങൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അത്രയും ട്രാൻസ്ഫർ, യു ജസ്റ്റ് ടെൽ, നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യും. യു ട്രൈ ടു ഫിഗർ ഔട്ട് എ വേ വിച്ച് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ദിസ് വർക്ക് യു ആർ ഡൂയിങ്. ഇത് നിങ്ങൾ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പുള്ളിക്ക് US പോയി പഠിച്ച ആളാണ്, അതിൻ്റെ കുറേ എക്സ്പെർട്ടീസ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഫ്രാങ്കോനെ പരിചയപ്പെടുന്നത് പോൾ വഴി എൻ്റെ പല്ല് ക്ലീൻ ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഫ്രാങ്കോനെ പരിചയപ്പെടുന്നത്. അത് ഗൂഗിൾ മൈ ബിസിനസ് വഴിയാണ്? അല്ലല്ല, വേറൊരു ഫ്രണ്ട് ഉണ്ട്, കോമൺ ഫ്രണ്ട് ഉണ്ട്, പോൾ എന്ന് പറഞ്ഞിട്ട്. പുള്ളി വഴിയാണ് നമ്മൾ ഫ്രാങ്കോനെ പരിചയപ്പെടുന്നത്. ഞാൻ പല്ലിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. അപ്പം എന്നെ കൊണ്ടുപോയ ആളുടെ നേഴ്സ് വെച്ചിട്ട് നമ്മളെ നല്ലപോലെ ഹൈപ്പ് ചെയ്ത്, ഇന്ന ആളാണ്, നമ്മളെ നല്ലപോലെ പ്ലേസ് ചെയ്ത് തരും. ഇതിങ്ങനെ പറഞ്ഞു, ഫ്രാങ്കോ ആണ്, സുനിലാണ്, പുള്ളി ഇങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഫ്രാങ്കോക്ക് പരമ പുച്ഛമായിരുന്നു. കാരണം ഹി വാസ് ഫെഡ് അപ്പ്. സ്പെൻഡ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രാൻഡിങ് കമ്പനി ഉണ്ടായിരുന്നു ഹോക്സ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇതുപോലെ നമ്മൾ ക്ലയൻസിനോട് സംസാരിക്കും ഇതേ ആറ്റിറ്റ്യൂഡ് അവർക്ക്. ലൈക്ക് ലിറ്ററലി പീപ്പിൾ ആർ ഫെഡ് അപ്പ് വിത്ത് വർക്കിംഗ് വിത്ത് ഏജൻസീസ്. കാരണം സ്കാം പോലായിരുന്നു. അത് കുറേ ഉണ്ട്, അതിൻ്റെ കഥ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഈ പറഞ്ഞിട്ട് ഫ്രാങ്കോയും ഫെഡപ്പ് ആയിരുന്നു. ഫ്രാങ്കോയും എന്തെങ്കിലും ആട്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നി ഫ്രാങ്കോ പൊട്ടൻഷ്യൽ ആണെന്നുള്ള കാര്യം. ഞാൻ ഫ്രാങ്കോയോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അന്ന് ഈ പറയത്തക്ക വലിയ ബ്രാൻഡും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കുറച്ച് പേഴ്സണൽ തിങ്സ് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, ഡോക്ടർമാർക്കും ചെയ്യാം, പൊട്ടൻഷ്യൽ ആണെന്നുള്ള കാര്യം ഞാൻ ഇന്ന് പറഞ്ഞു വെച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അന്ന് എനിക്കൊരു സ്വഭാവമുണ്ട്, ഇപ്പോഴും അതുണ്ട്. പൊട്ടൻഷ്യലാണ് എന്നുള്ള ഒരാളെ ഞാൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വിൽ മേക്ക് ഷുവർ ഹീസ് കണക്റ്റഡ് വിത്ത് മീ. ഞാൻ ഫ്രാങ്കോൻ്റെ നമ്പർ സേവ് ചെയ്തു. ഞാൻ ഫ്രാങ്കോയ്ക്ക് മെസ്സേജ് അയച്ചു. ഫ്രാങ്കോനെ എനിക്കൊരു ഹോട്ട് ലിസ്റ്റ് ഉണ്ട് ഇപ്പോഴും, അത് ഇപ്പോഴും ഉണ്ട്. കുറച്ച് ഹോട്ടായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് സ്പെൻഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന ആൾക്കാരെ ഞാൻ ഇപ്പോഴും ഒരു പ്രത്യേക ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടേക്കും. അത് വാട്സപ്പ് സ്റ്റാറ്റസിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസിലാണെങ്കിലും ഈ ക്ലോസ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയത്തില്ല, ഞാൻ അതിങ്ങനെ ഇട്ടേക്കും. എന്നിട്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇട്ട സാധനം തന്നെ വീണ്ടും ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അവർ നമ്മളെ നോട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഫ്രാങ്കോ എനിക്ക് തോന്നി പൊട്ടൻഷ്യൽ. ഫ്രാങ്കോയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറേ സ്റ്റാറ്റസ് ഇങ്ങനെ ഇങ്ങനെ ഇടുന്ന സമയം ഉണ്ടായിരുന്നു. ഫ്രാങ്കോ കണ്ടു, എനിക്ക് ഇങ്ങോട്ട് പ്രാവശ്യം മെസ്സേജ് അയച്ചു, ഒന്ന് കാണാൻ പറ്റും, നമുക്കൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ വന്നു, കണ്ടു, ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് സുബ്രിയായിട്ടുള്ള മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇതാണ് ചെയ്യുന്നത്, നമുക്കിത് ചെയ്യാം, എനിക്ക് ഇത്ര മാസം സമയം വേണം, ഇഫ് യു ട്രസ്റ്റ് മീ വി ക്യാൻ ഡു സംതിങ്. ഇത് പറഞ്ഞു. ഹി വാസ് കൺവിൻസ്ഡ്. നമ്മളത് ചെയ്തു. ഫ്രാങ്കോ 3 മാസം എനിക്ക് സമയം തന്നത്. 1 മാസം കൊണ്ട് പുള്ളിയുടെ പേജ് 10K ആക്കി. 1.5 മാസം കൊണ്ട് എത്രയെന്ന് ഫ്രം 1000 പേഴ്സണൽ പ്രൊഫൈൽ, അതിനകത്ത് 1000 ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. 1 മാസം എന്തിനാ പറയുന്നത്. 4ാമത്തെ കണ്ടന്റ് നമ്മൾ 5ാമത്തെ കണ്ടന്റ് നമ്മൾ 3 million കയറി. ദാറ്റ് വീഡിയോ ഗെറ്റ് എ ലോട്ട് ഓഫ് കൺവേർഷൻ. 2-3 മാസം കൊണ്ട് തന്നെ 100K കയറി.